ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഒരു ചെറിയൊരു അഡ്വഞ്ചർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ട്രെക്കിംഗ് നടത്താൻ പോവുകയാണ്. കുതിരപ്പുറത്താണ് നമ്മൾ ട്രെക്കിംഗ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്ത് പ്ലാൻ ചെയ്തിട്ടാണ് വരുന്നത്. നമുക്ക് കുതിരപ്പുറത്തൊക്കെ കയറിയിട്ട് അതിൻ്റെ വിശേഷങ്ങൾ കാണാം. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഇന്ന് ശരിക്കും ക്ലൈമറ്റ് കുറച്ച് റെയിനിയാണ് കേട്ടോ. അപ്പോൾ എന്താ അവസ്ഥയെന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് കുതിരപ്പുറത്ത് കയറുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ കുതിരകൾ നല്ല സൈസാണ്. അപ്പോൾ നമ്മൾ ശരിക്കും ബുക്ക് ചെയ്തിരിക്കുന്നത് മറ്റേ കുള്ളം കുതിരേൻ്റെയാണ്. പക്ഷേ അവർ വെയിറ്റ് അനുസരിച്ചിട്ട് വലിയ കുതിരയിലേക്കൊക്കെ മാറ്റി നമുക്ക് അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മളുടെ വീട്ടിൽ നിന്ന് ഒരു മണിക്കൂർ 2 മണിക്കൂറിൻ്റെ അടുത്ത് നമ്മൾ ട്രാവൽ ചെയ്തിട്ടാണ് ഈ ഒരു ഫാമിലേക്ക് എത്തിയിരിക്കുന്നത്. നമ്മൾ ട്രെയിനാണ് വന്നത്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ സേഫ്റ്റി ഫോമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പൂരിപ്പിച്ചിട്ട് വേണം നമുക്ക് കുതിര സവാരി ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ജാക്കറ്റിൻ്റെ മുകളിൽ നമുക്കൊരു സേഫ്റ്റി ഇത് തന്നു, അതുപോലെ ഒരു ഹെൽമെറ്റ് തന്നു. ഇവർക്ക് റെക്കോർഡ് ചെയ്യണതിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്ടോ. അപ്പോൾ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ നൈസായിട്ട് ഗോപ്രോ നമ്മുടെ നെഞ്ചത്ത് പിടിപ്പിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇവർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പ്രശ്നമാവും. അവരെന്നോട് കുറേ പ്രാവശ്യം പറഞ്ഞു ഇതിൻ്റെ അകത്ത് ഷൂട്ട് ചെയ്യാൻ പാടില്ലെന്ന്. ഞാൻ കിട്ടുന്ന ഗ്യാപ്പിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാലും നമുക്ക് കുതിരപ്പുറത്ത് കയറിയിട്ട് അതിൻ്റെ വിഷ്വൽ കാണാം. ലെറ്റ്സ് ഗോ. അപ്പോൾ നമുക്ക് ഈ കുതിരപ്പുറത്ത് കയറുമ്പോൾ ഉള്ള വിഷ്വൽസ് ഒന്നും ആരും എടുക്കാൻ സമ്മതിച്ചില്ല. സത്യം പറഞ്ഞാൽ ഞാനത് ഫോണിൽ റെക്കോർഡ് ചെയ്യാൻ നോക്കിയപ്പോൾ അവർ എന്നോട് കുറച്ച് ഹാർഷായിട്ടാണ് പെരുമാറിയത്. എന്തായാലും നമ്മൾ കുതിരപ്പുറത്ത് കയറി നമ്മൾ യാത്ര തുടങ്ങി. എൻ്റെ ഗോപ്രോ അവർ കാണാത്തതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഈ ഒരു കുതിര വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ. കുതിര അത്യാവശ്യം ഫ്രണ്ട്ലി തന്നെയായിരുന്നു. ഇടയ്ക്ക് ഒരു മുറുമുറുപ്പൊക്കെ ഉണ്ടായിരുന്നു അതിന്. മുകളിൽ ആളിരിക്കുന്നതുകൊണ്ടായിരിക്കും. പിന്നെ എനിക്ക് തോന്നുന്നു ഈ കുതിരേൻ്റെ കണ്ണ് അടച്ചു വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അവർ കൊണ്ടുപോകുന്ന വഴി കൂടി അപ്പോൾ ആ കുതിര നടക്കും. എന്തായാലും കയറ്റമിറക്കവും അതുപോലെ കുറച്ച് വൈൽഡായിട്ടുള്ളൊരു സ്ഥലമൊക്കെ ആയിരുന്നു. നല്ല ഭംഗിയാണ്. അതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ നടക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ആംബിയൻസ് ആയിരുന്നു. ഈ ഒരു ഫാം എന്ന് പറഞ്ഞാൽ ഒരു റോഡ് സൈഡിൽ തന്നെയുള്ളൊരു ഫാമാണ്. അതിനടുത്ത് തന്നെ ഈ ഒരു ഫാമിൻ്റെ ഒരു സൈഡിലായിട്ട് തന്നെ ഒരു വലിയൊരു കോറിയൊക്കെ ഉണ്ടായിരുന്നു. കോറിയിൽ ഇങ്ങനെ മണ്ണ് ഗന്നൊക്കെ ചെയ്യുന്ന കാണാം. എന്തായാലും ഈ ഒരു ഫോറസ്റ്റ് പോലത്തെ ഒരു ഫീലിംഗ് തന്നുകൊണ്ട് പിന്നെ നമ്മളെ റോഡ് ക്രോസ് ചെയ്യിപ്പിച്ചിട്ട് അടുത്തൊരു സ്ഥലത്തേക്ക് പോയി. ഈ ഒരു സ്ഥലത്ത് മനുഷ്യൻ്റെ ഒരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ട്. കാരണം ഇതിൻ്റെ പേര് ക്രിസ്വൽ ക്രാക്സ് എന്നാണ്. ഈ ഒരു സ്ഥലം നിൽക്കുന്നത് ഇംഗ്ലണ്ടിലെ നോട്ടിംഗ്ഹാം ഷെയർ അതുപോലെ ഡെർബി ഷെയർ എന്നുള്ള ഒരു സ്ഥലങ്ങളുടെ ഇടയിലാണ്. അപ്പോൾ ഈ ഒരു സ്ഥലത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ അപ്പുറം ഇപ്പുറം ഗുഹകളാണ്. പണ്ട് ഐസ് ഏജിൻ്റെ സമയത്ത് മനുഷ്യൻ അവിടെ താമസം തുടങ്ങിയതാണെന്നാണ് പറയുന്നത്. അതായത് ഒരു 10,000 അല്ലെങ്കിൽ 43,000 കൊല്ലങ്ങൾക്ക് മുന്നേ അവിടെ മനുഷ്യവാസം ഉണ്ടായിരുന്നു. അത് ആ ഗുഹകളിലായിരുന്നു. ഇതിന് നടുക്ക് കൂടി ഒരു റോഡും അതുപോലെ തന്നെ ഒരു റിവറും പോകുന്നുണ്ട്. പക്ഷേ ആ ഒരു റിവറ് മനുഷ്യൻ്റെ ആ ഒരു താമസ സമയത്തൊന്നും ആ ഒരു പുഴ ഉണ്ടായിരുന്നില്ലെന്നാണ് പറയുന്നത്. അതായത് 10,000 വർഷങ്ങൾക്ക് മുന്നേ ആ റിവറൊന്നും ഇല്ലായിരുന്നെന്നാണ് പറയുന്നത്. എന്തായാലും നല്ലൊരു സ്ഥലമായിരുന്നു കേട്ടോ. അതിൽ പോകുമ്പോൾ അവിടെ ഒരുപാട് പേര് ക്യാമ്പ് ചെയ്യാൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ ഈ ഒരു കേവ് വിസിറ്റിന് വേണ്ടി ഒരുപാട് പേര് വരുന്നുണ്ട്. നമുക്കെന്തായാലും ആ ഒരു കേവ് വിസിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ഈ കുതിരപ്പുറത്ത് നമ്മളിങ്ങനെ കൊണ്ടുപോകുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്കിനി അത് കാണണമെങ്കിൽ ഇനി സെപ്പറേറ്റ് ആയിട്ട് വരേണ്ടി വരും. അവിടെ ഒരു മ്യൂസിയം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഗുഹകളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ദൂരെ നിന്ന് കാണാൻ പറ്റി. അവിടെ ഒരുപാട് പേര് ഈ ഗുഹകളൊക്കെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെ ജസ്റ്റ് ഒന്ന് അവർ ഇങ്ങനെ നിർത്തിയിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് തന്നു. അത്രയും നല്ല ഫോട്ടോ ഒന്നുമല്ല, എന്തായാലും നമുക്ക് 2-3 ഫോട്ടോ ഒക്കെ എടുത്ത് തന്നവർ. അവർക്കങ്ങനെ താല്പര്യമില്ലാത്ത പോലെയാണ് അവർ പെരുമാറിയത് നമ്മളോട്, ഈ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലൊക്കെ. എന്തായാലും നമ്മളത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ തിരിച്ച് ആ ഒരു റോഡ് സൈഡിൽ കൂടി നമ്മളുടെ ആ ഒരു ഫാമിലേക്കുള്ള വഴി കൂടി കയറി ഞങ്ങളെ ഫാമിൽ തിരിച്ചു കൊണ്ടുവന്നാക്കി. എന്തായാലും ഒരു മൊത്തത്തിലൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുതിരയ്ക്കൊരു ബൈക്ക് കൊടുക്കടി. ഇതേനാ അത് നിൻ്റെ കുതിര? ഞാൻ വന്ന കുതിര ഇത്. അത് തുറന്ന് പോകണം. നീ വന്ന കുതിരയാണിത്. ഹായ്, താങ്ക് യു ഗൈസ്. അപ്പോൾ നമ്മളുടെ റൈഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിട്ടോ. ഞങ്ങൾക്ക് നല്ലൊരു പണിയാണ് കിട്ടിയത്. അവിടെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പാടില്ലെന്ന്.
അത് ആദ്യമേ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മളിവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും അവർ ഭയങ്കര റൂഡായിട്ടാണ് നമ്മളോട് സംസാരിച്ചത് വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട്. പക്ഷേ എനിക്ക് എന്തായാലും വീഡിയോ എടുക്കണമല്ലോ, അതുകൊണ്ട് ഞാൻ നൈസായിട്ട് ഇത് ഈ സാധനം ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ച് ഒളിപ്പിച്ച് ക്യാമറ മാത്രം പുറത്ത് കാണുന്ന രീതിയിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. വിഷ്വൽ എന്തോരം കിട്ടിയിട്ടുണ്ടെന്ന് ഇപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ. എന്തായാലും കഷ്ടപ്പെട്ട് ഞാൻ അങ്ങനെ റെക്കോർഡ് ചെയ്തു, അവർ കണ്ടുപിടിച്ചൊന്നുമില്ല. ഞാൻ കുതിരപ്പുറത്ത് കയറിയപ്പോൾ മുതലാണ് അത് റെക്കോർഡ് ചെയ്തത്. നമ്മൾ ട്രാവൽ ചെയ്ത സ്ഥലങ്ങളൊക്കെ കുറേ പഴക്കം ചെന്ന സ്ഥലങ്ങളൊക്കെയാണ്. എന്ന് പറഞ്ഞാൽ കുറേ ചരിത്രപരമായിട്ട് കുറേ പ്രത്യേകതകളുള്ള സ്ഥലങ്ങളാണ്. അവിടെ കുറേ ഗുഹകളും സൈഡിൽ അതുപോലെ ഒരു പോണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 2000 വർഷം മുന്നേ അവിടെ ആൾതാമസം ഉണ്ടായിരുന്നു. വെള്ളം ഉണ്ടായിരുന്നില്ല, ഭയങ്കര വരണ്ട സ്ഥലമായിരുന്നു. അപ്പോൾ അവർ ഗുഹകളിലാണ് താമസിച്ചിരുന്നത് എന്നൊക്കെ പറഞ്ഞ് അവർ എക്സ്പ്ലെയിനൊക്കെ ചെയ്ത് തന്നിരുന്നു. പക്ഷേ അങ്ങനെ നമുക്ക് നിർത്തി ഇറങ്ങാനൊന്നും പറ്റില്ല. അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ നമുക്ക് മൊബൈലെടുത്ത് അത് ഫുള്ള് ഇങ്ങനെ റെക്കോർഡ് ചെയ്യാനൊന്നും പറ്റിയില്ല. ഗോപ്രോയിൽ കിട്ടിയ വിഷ്വൽ മാത്രമേ ഉള്ളൂ. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നമുക്ക് അവളോടും കൂടി ഒന്ന് ചോദിച്ചാൽ എന്താണ് അവളുടെ എക്സ്പീരിയൻസ്. കുതിരപ്പുറത്ത് കയറാനായിട്ട് ഭയങ്കര പേടിയുള്ള ആളായിരുന്നു. പക്ഷേ അവൾ ആദ്യമായിട്ടൊന്ന് കുതിരപ്പുറത്തൊക്കെ കയറിയിട്ടുണ്ട്. നല്ല പേടിയായിരുന്നു, പക്ഷേ അവൾ എങ്ങനെയോ കയറി. ഇറങ്ങാൻ നേരത്താണല്ലോ ഒന്ന് പേടിച്ചത്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട് ട്രക്കിങ് പോയിട്ട്? പേടിയുണ്ടായിരുന്നോ? ഇപ്പോൾ മാറിയില്ല. ഇനി കയറോ? ഇനി കയറാൻ പേടിയുണ്ടോ? തൊഴി കിട്ടിയാ? അപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവരുടെ കുറച്ച് ഇങ്ങനെ നമ്മളെ റെക്കോർഡ് ചെയ്യാനൊന്നും സമ്മതിക്കാതെ ഉള്ളൊരു ഇതാണ്. ഇതിന് 20 പൗണ്ടായിരുന്നു കേട്ടോ ടിക്കറ്റിന്. 20 പൗണ്ട് കൊടുത്തിട്ടാണ് നമ്മൾ വന്നത്. 20 പൗണ്ടിനുള്ള ഉണ്ടെന്ന് എനിക്ക് തോന്നണേ. എന്തായാലും കുറച്ച് കൂടുതൽ ഏരിയ നമ്മളെ കറക്കി. അപ്പോൾ നമ്മളുടെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടതിനെ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, സീ ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.